ഇന്ന് സംസാരിക്കുന്നത് MA മലയാളം 4th സെമ്മിലെ ആധുനികാനന്തര സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്ന പേപ്പറിലെ ബ്ലോക്ക് 2-ൽ ഓർമ്മിക്കേണ്ട പ്രധാന വസ്തുതകളെ പറ്റിയാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം, ഹെഡിങ് മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ, എന്തൊക്കെ ഓർമ്മിക്കണം എന്നുള്ള കാര്യങ്ങൾ മാത്രം. അപ്പോൾ അതിൽ ആദ്യം ഓർമ്മിക്കേണ്ടത് മനഃശാസ്ത്ര നിരൂപണത്തിൽ ജാക്ക് ലഗാനുമായിട്ട് ബന്ധപ്പെട്ട സങ്കല്പങ്ങളാണ്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ പുസ്തകം എത്തിക്സ് ഓഫ് സൈക്കോ അനാലിസിസ്, പിന്നെ അതുപോലെ തന്നെ മനോവിശ്ലേഷണത്തിൻ്റെ 4 അടിസ്ഥാന തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എക്രിറ്റിക്സ് എന്ന പുസ്തകം, പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഫ്രോയിഡിലേക്കുള്ള മടക്കയാത്ര എന്ന സങ്കല്പം, പിന്നെ കണ്ണാടിഘട്ടം 6 മുതൽ 18 മാസം വരെ ഉള്ള പ്രായത്തിലുള്ള വിവിധ മനോവിശ്ലേഷണ ചിന്തകളടങ്ങിയ കണ്ണാടിഘട്ടം. അതിൽ 3 ഘട്ടങ്ങളായി കണ്ണാടിഘട്ടത്തിൽ പറയുന്ന കാര്യം, അതിൽ 1ാമത്തെ ഘട്ടത്തിൽ പ്രതിബിംബം മറ്റൊരാളുടെ ആണെന്ന് തോന്നൽ വരുന്ന കാര്യവും, പിന്നെ 2ാമത്തെ ഘട്ടത്തിൽ പ്രതിഫലനമാണെന്ന് മനസ്സിലാക്കുന്നു, പിന്നെ 3ാമത്തെ ഘട്ടം മിഥ്യയാണ് എന്ന് മനസ്സിലാക്കിയാൽ അത് തൻ്റേതാണെന്ന് ഒരു തോന്നലവിടെ കുട്ടിക്കുണ്ടാകുന്ന കാര്യം. പിന്നെ അതിൽ ലഗാൻ്റെ സങ്കല്പത്തിൻ്റെ ഫ്രോയിഡ് എന്നുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൽ ഭാഷാശാസ്ത്രത്തിൻ്റെ സാധ്യതകളാണ് അവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. പിന്നെ 6 മാസത്തിന് മുമ്പുള്ള കാലഘട്ടത്തിന് ഹോംലെറ്റ് എന്ന പേര് കൊണ്ട് അറിയപ്പെടുന്നു. പിന്നെ അതുപോലെ തന്നെ ക്രമം എന്നൊരു സങ്കല്പം, അത് അനുഭവ മേഖലയുടെ പരസ്പര താതാത്മ്യം സാധ്യമാക്കുന്ന ഇടമാണ്. ഇടത്തിനെയാണ് അവിടെ ക്രമം എന്ന് പറഞ്ഞിരിക്കുന്നത്. അനുഭവ മേഖലയായിട്ട് ബന്ധപ്പെട്ട ഇടത്തിനെയാണ് അവിടെ ക്രമം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ 3 ക്രമങ്ങളെ പറ്റി ഓർത്ത് വെക്കണം: സാങ്കല്പിക ക്രമം, പ്രതീകാത്മക ക്രമം, യാഥാർത്ഥ്യ ക്രമം. അതിൽ സാങ്കല്പിക ക്രമത്തിൽ മാതാ ശിശു ബന്ധമാണ്. പിന്നെ മിഥ്യാപൂർണമായ മേഖലയാണ്, താതാത്മ്യവൽക്കരണം അവിടെ ഉണ്ട്. പിന്നെ പ്രതീകാത്മക ക്രമത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഭാഷയുമായി ബന്ധപ്പെടുന്നുണ്ട്. പിതാവ് ഭാഷ എന്നിവ തമ്മിലുള്ള ബന്ധമാണ്. അവിടുത്തെ പിതാവ് എന്ന് വെച്ചാൽ അധികാര സ്ഥാപനങ്ങളാണ് ഉപയോഗിക്കുന്നത്. യഥാർത്ഥ പിതാവ് എന്ന അർത്ഥത്തിലല്ല, അധികാര സ്ഥാപനങ്ങളാണ്. പിന്നെ അതിൽ സ്വത്വം രൂപീകരിക്കുന്നതിന് ഭാഷയുടെ പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ അതിനുശേഷം യാഥാർത്ഥ്യ ക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ട്യൂഷെ ഓട്ടോമൻ എന്ന സങ്കല്പങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. ട്യൂഷൻ എന്ന് വെച്ചാൽ യഥാർത്ഥങ്ങളുള്ള ഏറ്റുമുട്ടലും, പിന്നെ ഓട്ടോമൻ എന്ന് വെച്ചാൽ സൂചകങ്ങളെ പറ്റിയുള്ള ബന്ധമാണ് അവിടെ പറയുന്നത്. പിന്നെ അതിനുശേഷം അതുപോലെ തന്നെ കർത്തൃത്വം, സ്വത്വം, അഭാവം, ഇച്ഛ, അപരം എന്നീ സങ്കല്പങ്ങളെ പറ്റി മനസ്സിലാക്കി വെക്കണം. പിന്നെ ഭാഷയും അബോധവും തമ്മിലുള്ള ബന്ധം, അതുപോലെ ഫ്രോയിഡും യാക്കോബ്സിൻ്റെ സിദ്ധാന്തങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെ പറ്റിയും, പിന്നെ സൂചക ബന്ധങ്ങളുടെ അതിൽ സൂചകത്തിൻ്റെ മേൽക്കോയ്മയെ പറ്റിയൊക്കെ ജാക്ക് ലഗാനുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വയ്ക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ നവമാർക്സിസ്റ്റ് ചിന്താഗതിയായിട്ട് ബന്ധപ്പെട്ട് വന്നാൽ അതിനകത്ത് ഫ്രാങ്ക്ഫർട്ട് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് തിയോഡർ അഡോണ, വാൾട്ടർ ബെഞ്ചമിൻ, ഹൊക്കിമർ പോലുള്ള ആൾക്കാരുടെ സങ്കല്പനങ്ങൾ മനസ്സിലാക്കണം. അതിനകത്ത് ഫ്രാങ്ക്ഫർട്ട് സ്കൂളിൻ്റെ മറ്റൊരു പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ റിസർച്ച് എന്നായിരുന്നു. വാൾട്ടർ ബെഞ്ചമിൻ്റെ സങ്കല്പങ്ങളിൽ കലാവസ്തുവിന് ഉദാത്തതയില്ലെന്നും അതൊരു ഉൽപ്പന്നം മാത്രമാണെന്നും, അതുപോലെ തന്നെ ദി ആദർ ആസ് എ പ്രൊഡ്യൂസർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതി എന്ന് മനസ്സിലാക്കാം. തിയോഡർ അഡോണയാണെങ്കിൽ ക്രിട്ടിക്കൽ തിയറിയുടെ പ്രധാനപ്പെട്ട ഒരു വക്താവാണ്. സാംസ്കാരിക വ്യവസായം എന്നൊരു സങ്കല്പം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡയലക്ട്സ് ഓഫ് എൻലൈറ്റ്മെൻറ്റ് എന്നൊരു പുസ്തകവും എസ്തറ്റിക് തിയറിയും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ്. സംഗീതത്തെയും മുതലാളിത്തമായിട്ട് ബന്ധപ്പെടുത്തുകയാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഹൊക്കൈമറിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ട്രഡീഷണൽ ആൻഡ് ക്രിട്ടിക്കൽ തിയറി എന്ന പുസ്തകം അദ്ദേഹത്തിനുണ്ട്. അതിൽ അടിത്തറയിലുള്ള തൊഴിലാളി വർഗത്തെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അടിത്തറ മേൽപ്പുര സങ്കല്പങ്ങൾ മാർക്സിസ്റ്റ് സമീപനത്തിൽ വരുന്ന അടിത്തറ മേൽപ്പുര സങ്കല്പത്തിൽ അടിത്തറയിലുള്ള തൊഴിലാളി വർഗത്തെയും അദ്ദേഹം വിമർശന വിധേയമാക്കുന്നുവെന്ന് ഒരു സങ്കല്പമാണ്. അതിനുശേഷം നമ്മൾ അൽത്തൂസറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഓർമ്മിക്കേണ്ടത്. അൽത്തൂസറിൻ്റെ പ്രത്യയശാസ്ത്രം മാർക്സിയൻ ചിന്താഗതിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ മാർക്സിയൻ ചിന്താഗതിയിൽ പ്രശസ്തമാണ്. അതിനകത്ത് എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ ഐഡിയോളജി അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട അതേ 2 സങ്കല്പങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. പ്രത്യയശാസ്ത്ര ഉപകരണങ്ങൾ ആയിട്ട് ISA ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസും, അതുപോലെ റിപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസും, ഭരണകൂട ഉപകരണങ്ങൾ, അങ്ങനെ 2 വാക്കുകൾ അവതരിപ്പിക്കുന്നുണ്ട്, ISAയും RSAയും. അതിൽ വിശ്വാസം, വിദ്യാലയങ്ങൾ പോലുള്ളത് ISAയും, അതുപോലെ പോലീസ്, പട്ടാളം, ഭരണകൂടം പോലുള്ളത് RSAയുമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് മാർക്സിസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇനി ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസും തമ്മിലുള്ള ബന്ധം വിവരിക്കുന്ന ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രബന്ധമാണ്. പിന്നെ പൊളിറ്റിക്സ് ആൻഡ് ഹിസ്റ്ററി എന്നൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആപേക്ഷിക സ്വയംഭരണം, റിലേറ്റീവ് ഓട്ടോണമി, അതിനിർണയം അല്ലെങ്കിൽ നാനാകരണവാദം, ഓവർ ഡിറ്റർമിനേഷൻ, ഈ പദങ്ങളും അൽത്തൂസറുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ സാമൂഹ്യ പ്രതിഭാസങ്ങൾ ഒരു കാരണം കൊണ്ടല്ല, സാമ്പത്തിക, രാഷ്ട്രീയ, ആശയപരമായ കാരണങ്ങളെ സ്വാധീനിക്കുന്ന ആണ് അതിനിർണയത്തിൻ്റെ അല്ലെങ്കിൽ നാനാ കാരണവാദത്തിൻ്റെ ഒരു അടിസ്ഥാനമെന്ന് മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ വ്യക്തികളുടെ സ്വത്വങ്ങളുടെ രൂപീകരണത്തിൽ പ്രത്യയശാസ്ത്ര സ്വാധീനം ഉണ്ടെന്ന് വ്യാഖ്യാനിക്കുന്ന ഇൻ്റർപെല്ലേഷൻ എന്നറിയപ്പെടുന്ന ഒരു വാക്ക് അവിടെ മനസ്സിലാക്കണം. പിന്നെ അതിനുശേഷം രാഷ്ട്രീയ അബോധം എന്നൊരു വാക്ക് ഫ്രെഡറിക് ജെയിംസിനുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുണ്ട്. അതിനകത്ത് ഭാഷയുടെ തടവറ,
രാഷ്ട്രീയ അബോധം, മാർക്സിസം ആൻഡ് ഫോം എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ. ഉള്ളടക്കം പോലെ തന്നെ കൃതിയുടെ രൂപവും പ്രധാനപ്പെട്ടതാണെന്ന് ഫ്രെഡറിക് ജെയിംസൺ പറയുന്നുണ്ട്. എല്ലാം രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ സങ്കല്പം. എപ്പോഴും എല്ലാത്തിനെയും ചരിത്രവൽക്കരിക്കുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ സാംസ്കാരിക പഠനങ്ങളിൽ നിലനിൽക്കുന്ന വ്യാഖ്യാനങ്ങളുടെ പുനർനിർമ്മിക്കേണ്ട വർഗ്ഗസംഘർഷങ്ങളുടെ യാഥാർത്ഥ്യമാണ് രാഷ്ട്രീയ അബോധം എന്ന് പറയുന്നത്. അപ്പോൾ സാംസ്കാരിക പഠനങ്ങൾ നിലനിൽക്കുന്ന ചില സങ്കല്പങ്ങളാണ്. അതിനെ വ്യാഖ്യാനത്തിലൂടെ പുനർനിർമ്മിക്കണം. അതിനെയാണ് നമ്മൾ രാഷ്ട്രീയ അബോധം എന്ന വാക്കുകൊണ്ട് പറയുന്നുവെന്ന് ഫ്രെഡറിക് ജെയിംസൺ പറയുന്നുണ്ട്. അദ്ദേഹം ഫ്രോയിഡിൻ്റെയും മാർക്സിൻ്റെ സങ്കല്പങ്ങളെ പരസ്പരം യോജിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അൾത്തൂസറിൻ്റെയും ലക്കാൻ്റെയും ലെവ്സ്ട്രോസിൻ്റെ സങ്കല്പങ്ങളും അദ്ദേഹത്തിൻ്റെ ചിന്താഗതി സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം അവതരിപ്പിച്ച ചില വാക്കുകൾ ഐഡിയോളജിയും അല്ലെങ്കിൽ അതിനെ പ്രത്യയശാസ്ത്ര ഏകകം എന്ന് പറയുന്നുണ്ട്. അത് മിഖായൽ ബക്തുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ മിഖായൽ ബക്തിൻ്റെ സങ്കല്പങ്ങളിൽ നിന്നാണ് ഐഡിയോളജിയും എന്നൊരു വാക്ക് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അതായത് വിരുദ്ധ സങ്കല്പങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഏറ്റവും ചെറിയ യൂണിറ്റിനെയാണ് അദ്ദേഹം ഐഡിയോളജിയും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വ്യാഖ്യാന പ്രക്രിയയുടെ 3 ചക്രവാളങ്ങളെ പറ്റിയും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ അബോധവും ഫ്രെഡറിക് ജെയിംസണും ഓർത്തു വയ്ക്കണം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഐഡിയോളജിയും വ്യാഖ്യാന പ്രക്രിയയുടെ 3 ചക്രവാളങ്ങൾ, അതെല്ലാം തന്നെ ഫ്രെഡറിക് ജെയിംസൻ്റെ സങ്കല്പങ്ങളാണ്. പിന്നെ അതിനുശേഷം മനസ്സിലാക്കേണ്ടത് റൈമണ്ട് വില്യംസൻ്റെ പ്രധാനപ്പെട്ട സങ്കല്പമാണ് കൾച്ചറൽ മെറ്റീരിയലിസം, സാംസ്കാരിക ഭൗതികവാദം എന്നൊരു സങ്കല്പം. പിന്നെ അത് സോഷ്യലിസ്റ്റ് മാനിഫെസ്റ്റോ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. മാർക്സിസം ആൻഡ് ലിറ്ററേച്ചറും അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. ഇനി ഈ സാംസ്കാരിക ഭൗതികവാദം പറഞ്ഞിരിക്കുന്ന പ്രബന്ധം നോട്ട്സ് ഓൺ മാർക്സിസം സിൻസ് 1945 എന്ന പ്രബന്ധമാണ്. നോട്ട്സ് ഓൺ മാർക്സിസം സിൻസ് 1945. പിന്നെ അദ്ദേഹത്തിൻ്റെ സങ്കല്പം അനുസരിച്ച് സംസ്കാരം എന്നുള്ളത് ഉൽപ്പാദന പ്രക്രിയയാണെന്ന് പറയുന്നു. അതിലെ സൗന്ദര്യ പ്രക്രിയയ്ക്കും നരവംശ പ്രക്രിയയ്ക്കും ഇടയിലാണ് സംസ്കാരത്തിൻ്റെ സ്ഥാനം എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ചില സങ്കല്പങ്ങളാണ് ഇവിടെ ഓർമ്മിക്കേണ്ടത്. ഈ സാഹിത്യ കൃതികളെ പറ്റി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അത് ഉപയോഗിക്കുന്ന കാലത്തിൻ്റെ ഉൽപ്പന്നമാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. സാംസ്കാരിക ഭൗതികവാദത്തിൽ സാഹിത്യകൃതികൾ ഉപയോഗിക്കുന്ന കാലത്തിൻ്റെ ഉൽപ്പന്നമാണെന്ന് പറയും. ഇതിന് നേരെ എതിരായിട്ട് നിൽക്കുന്ന നവചരിത്രവാദമുണ്ട്. നവചരിത്രവാദത്തിൻ്റെ പ്രത്യേകത അത് സാഹിത്യകൃതി എഴുതപ്പെടുന്ന കാലത്തിൻ്റെ ഉൽപ്പന്നമാണെന്നാണ് നവചരിത്രവാദം പറയുന്നത്. ആ നവചരിത്രവാദം പറഞ്ഞിരിക്കുന്ന സൈദ്ധാന്തികർ സ്റ്റീഫൻ ഗ്രീൻ ബ്ലാറ്റും ഫുക്കോയുമാണ്. അതിൽ ചരിത്രത്തിൻ്റെ പാഠത്തിന് ചരിത്രപരതയും നവചരിത്രവാദം പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ സാംസ്കാരിക ഭൗതികവാദത്തിലാണെങ്കിൽ അത് സാഹിത്യകൃതികൾ ഉപയോഗിക്കുന്ന കാലത്തിൻ്റെ ഉൽപ്പന്നമാണെന്ന് പറയുന്നുവെങ്കിൽ നവചരിത്രവാദത്തിൽ സ്റ്റീഫൻ ഗ്രീൻ ബ്ലാറ്റും ഫുക്കോയും അവതരിപ്പിച്ച നവചരിത്രവാദത്തിൽ അത് സാഹിത്യകൃതി എഴുതപ്പെട്ട കാലത്തിൻ്റെ ഉൽപ്പന്നമാണെന്ന് പറഞ്ഞു വയ്ക്കുന്നു. അതിൽ ചരിത്രത്തിൻ്റെ പാഠത്തിൻ്റെ ചരിത്രപരതയും അത് വിശദീകരിക്കുന്നു. പിന്നെ അങ്ങോട്ട് ഗില്ലസ് ദൊലൂസിൻ്റെയും ഫെലിക്സ് കൊട്ടാരിയുടെയും സങ്കല്പങ്ങളാണ് അതിൽ പറയുന്നത്. അതിൽ വളരെ പ്രശസ്തമായ ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. ഒരുപാട് പദങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ കൃതി തന്നെ, അല്ലെങ്കിൽ ഗില്ലസ് ദൊലൂസിൻ്റെയും ഫെലിക്സ് കൊട്ടാരിയുടെയും കൃതിയാണ് പ്രശസ്തമായ കൃതിയായ മുതലാളിത്തവും സ്കീസോഫ്രീനിയം എന്ന കൃതിയെപ്പറ്റി ഓർമ്മിക്കാനുണ്ട്. അതിൽ 2 വോള്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ വോള്യത്തിൽ ആൻറ്റി ഈഡിപ്പസ് എന്നാണ് പേര്, രണ്ടാമത്തെ വോള്യത്തിന് 1000 പീഠഭൂമികൾ എന്നാണ് പേര്, അത് ഓർക്കാനുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പദങ്ങൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഈ പറഞ്ഞ ദെല്ലൂസും കൊട്ടാരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പദങ്ങളുണ്ട്. സ്കീസോ അനാലിസിസ്, അവയവങ്ങളില്ലാത്ത ശരീരം, അതായത് ബോഡി വിത്തൗട്ട് ഓർഗൻസ്. പിന്നെ മാക്രോ പൊളിറ്റിക്സ്, മൈക്രോ പൊളിറ്റിക്സ്, റൈസോം, നോമിഡോളജി, വാർ മെഷീൻ, അസംബ്ലേജ്, ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ ഗില്ലസ് ദൊലൂസും ഫെലിക്സ് കൊട്ടാരിയുമായിട്ട് ബന്ധപ്പെട്ട പദങ്ങളാണ്. അതിൽ പിന്നെ അവയവങ്ങളില്ലാത്ത ശരീരം എന്നൊരു സങ്കല്പം എന്ന് വെച്ചാൽ അത് ആഗ്രഹങ്ങളുടെ അതായത് സമൂഹം അടിച്ചമർത്തിയ ആഗ്രഹങ്ങളിൽ നിന്ന് മോചിതമായ പരിമിതപ്പെടുത്താത്ത, ആ ആഗ്രഹങ്ങൾ പരിമിതപ്പെടുത്താത്ത ശരീരം, അതായത് സമൂഹത്തിൻ്റെ അടിച്ചമർത്തലുകളിലുള്ള വൈരുദ്ധ്യം അല്ലെങ്കിൽ ഒപ്പോസിഷനാണ് ഈ പറഞ്ഞിരിക്കുന്ന ബോഡി വിത്തൗട്ട് ഓർഗൻസ് എന്നറിയപ്പെടുന്ന ഒരു സങ്കല്പത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. പിന്നെ അത് കൂടാതെ മാക്രോ പൊളിറ്റിക്സും മൈക്രോ പൊളിറ്റിക്സും അതുകൂടാതെ മാക്രോ പൊളിറ്റിക്സും മൈക്രോ പൊളിറ്റിക്സ് എന്ന സങ്കല്പങ്ങളെ പറ്റിയും പറയണം. അതായത് സർക്കാരും നിയമ സംവിധാനങ്ങൾക്ക് ഉൾപ്പെടുന്ന സംവിധാനങ്ങളെയാണ് മാക്രോ പൊളിറ്റിക്സ് എന്ന് പറയുന്നതെങ്കിലും ചെറിയ ചെറിയ ഗ്രൂപ്പുകളെയാണ് മൈക്രോ പൊളിറ്റിക്സ് എന്ന് പറയുന്നതെന്ന് പറയുന്നു. പിന്നെ അതുപോലെ ആശയങ്ങൾ ബഹുത്വ ശ്രേണിയെ അതിനകത്ത് അദ്ദേഹം റൈസോം എന്നാണ് അറിയപ്പെടുന്നത്, അതൊരു പ്രധാനപ്പെട്ട പദമാണ്. പിന്നെ നാടോടി സങ്കല്പം, അതായത് നാടോടികൾ എന്ന പ്രത്യക്ഷ അർത്ഥത്തിലല്ല, സ്ഥാപിത സങ്കല്പങ്ങളിൽ നിന്നുള്ള മോചനം എന്നുദ്ദേശിച്ചുകൊണ്ട് നോമഡോളജി എന്നൊരു പദം ദെല്ലൂസും കൊട്ടാരിയും പറയുന്നുണ്ട്. പിന്നെ ഭരണകൂടത്തിനെതിരെ നിൽക്കുന്ന വെല്ലുവിളി ശക്തികളെ വാർ മെഷീൻ അല്ലെങ്കിൽ യുദ്ധയന്ത്രം എന്നറിയപ്പെടുന്ന സങ്കല്പം കൊണ്ടും ഗില്ലസും ദെല്ലൂസും ഫെലിക്സ് കൊട്ടാരിയും പറയുന്നുണ്ട്. പിന്നെ വൈവിധ്യമാർന്നുള്ള വസ്തുക്കളുടെ കൂട്ടിയോജിപ്പിക്കലിനെ അസംബ്ലേജ് എന്നറിയപ്പെടുന്ന ഒരു വാക്കുകൊണ്ട് ദെല്ലൂസും കൊട്ടാരിയും പറയുന്നു. അപ്പോൾ ദെല്ലൂസും കൊട്ടാരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പദങ്ങളുടെ
സിദ്ധാന്തങ്ങളുടെ ഒരുപാട് സങ്കല്പങ്ങളുടെ കൂടിച്ചേരലുകൾ അവിടെയുണ്ട്. അതിനകത്ത് ഓർമ്മിക്കേണ്ട വാക്കുകൾ ആൻറ്റി ഇഡിപ്പസ്, 1000 പീഠഭൂമികൾ, മുതലാളിത്തം, സ്കീസോഫ്രീമിയയും പിന്നെ സ്കീസോ അനാലിസുമായിട്ട് ബന്ധപ്പെട്ട് അവയവങ്ങളില്ലാത്ത ശരീരം, മാക്രോ പൊളിറ്റിക്സ്, മൈക്രോ പൊളിറ്റിക്സ്, റൈസോം, നോമഡോളജി, വാർ മെഷീൻ, അസംബ്ലേജ്, ഇതെല്ലാം തന്നെ ഓർത്തിരിക്കണം. പിന്നെ അതിന് തുടർന്ന് വരുന്നത് മൂന്നാം ലോകവുമായിട്ട് ബന്ധപ്പെട്ട ആശ്രിതത്വ സിദ്ധാന്തമാണ്. അതിനകത്ത് ഫ്രാൻസ് ഫാനൻ്റെയും സെയ്ദിൻ്റെയും ഓറിയൻ്റലിസവും എഡ്വേർഡ് ഹോമിക്കെ ഭാവയും സ്പീവാക്കും, ഗായത്രി സ്പീവാക്കും, സമീർ അമീൻ്റെയും സൈറിൻ്റെയൊക്കെ സങ്കല്പങ്ങൾ, അത് മൂന്നാം ലോകമായിട്ട് ബന്ധപ്പെട്ട് ആശ്രിതത്വ സിദ്ധാന്തമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഓർത്തു വയ്ക്കണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് അതിനകത്ത് വരുന്നത് അവസാനം ജനപ്രിയ സിദ്ധാന്തമായിട്ടുള്ള ഒരുപാട് സങ്കല്പങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഒരുപാട് ആശയങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ജനപ്രിയ സംസ്കാരം. ജനപ്രിയ സംസ്കാരം എന്താണെന്നും അത് ഓരോരുത്തരുടെ സങ്കല്പങ്ങളും പറയുന്നുണ്ട്. പിന്നെ ജനപ്രിയ സംസ്കാരവും പിന്നെ അതുപോലെ ബഹുജന സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസങ്ങളും ഒക്കെ അതിനകത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യം ഓർമ്മിക്കേണ്ട കാര്യം, ഈ വരേണ്യ സംസ്കാരം എന്ന് കരുതിയിൽ നിന്ന് ബാക്കിയുള്ള എല്ലാ വിപണി കേന്ദ്രീകൃതമായ സംസ്കാരങ്ങളെയാണ് പൊതുവെ ജനപ്രിയ സംസ്കാരം എന്ന് പറയുന്നത്. പല നിർവചനങ്ങൾ അതിനകത്ത് പറയും. അങ്ങനെയുള്ള പല നിർവചനങ്ങൾ അതിനകത്ത് ഓർത്ത് വയ്ക്കണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും മാത്യു അർണോൾഡ് ജനപ്രിയ സംസ്കാരത്തെപ്പറ്റി എന്ത് പറഞ്ഞു എന്നുള്ള കാര്യം, അദ്ദേഹത്തിൻ്റെ സംസ്കാരവും അരാജകത്വം എന്ന പുസ്തകത്തിലുണ്ടെന്ന് കാര്യത്തിൽ ആ രീതിയിൽ അതിനകത്ത് ഒരു സങ്കല്പം വേണം. അതിനകത്ത് വരേണ്യവർഗ സംസ്കാരത്തിനാണ് മാത്യു അർണോൾഡ് ജനപ്രിയ സംസ്കാരമെന്ന്, അല്ലെങ്കിൽ അതിൽ ആ സങ്കല്പത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള സംസ്കാരങ്ങളെല്ലാം നിരാകരിക്കുന്ന സമീപനമാണ് മാത്യു അർണോൾഡ് എടുത്തിട്ടുള്ളതെന്ന കാര്യം അതിനകത്ത് ഓർമ്മിക്കണം. അത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് സംസ്കാരവും അരാജകത്വവും. ഇനി അതേപോലെ തന്നെ മാത്യു അർണോൾഡിൻ്റെ നിലപാടിനെ പിൻപറ്റിയിരുന്ന FR ലീവീസിൻ്റെയും QD ലീവീസിൻ്റെയും സങ്കല്പങ്ങൾ ജനപ്രിയ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ലിവീസൈറ്റുകൾ എന്നറിയപ്പെടുന്ന ആൾക്കാരുടെ സങ്കല്പങ്ങൾ മനസ്സിലാക്കി വെക്കണം. അത് ഫിക്ഷൻ ആൻഡ് റീഡിംഗ് കൾച്ചർ എന്നൊരു പുസ്തകം, ഫിക്ഷൻ ആൻഡ് റീഡിംഗ് പബ്ലിക് എന്നൊരു പുസ്തകം ഓർക്കണം. പിന്നെ അത് ഇവരുടെ കൺസെപ്റ്റ് അനുസരിച്ച് അത് ജനപ്രിയ സംസ്കാരം എന്ന് പറയുന്നത് എന്ന സങ്കല്പം എന്ന് വെച്ചാൽ അത് തൊഴിലാളികൾക്ക് സംസ്കാരമാണെന്നും അത് സംസ്കാരത്തിൻ്റെ ജീർണ ഭാവത്തെയാണ് കാണിക്കുന്നത് ലിവീസൈറ്റുകൾ പറയുന്നുവെന്ന് അവിടെ ഓർമ്മിക്കണം. പിന്നെ ജനപ്രിയ സംസ്കാരത്തിനെ പറ്റിയും ഫ്രാങ്ക്ഫർട്ട് സ്കൂളുകൾ ചിന്തകർ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് സാംസ്കാരിക വ്യവസായം നമ്മൾ നേരത്തെ കണ്ടതാണ്. അത് അഡോണയുടെയും ബെഞ്ചമിൻ്റെയൊക്കെ സങ്കല്പം അനുസരിച്ച് സാംസ്കാരിക വ്യവസായം എന്നൊരു കാര്യം ഓർത്തു വയ്ക്കണം. പിന്നെ അതുപോലെ റെയ്മണ്ട് വില്യംസും സംസ്കാരത്തെപ്പറ്റി അത് പറഞ്ഞു, നേരത്തെ കണ്ടതാണ്. അത് സാംസ്കാരിക ഭൗതികവാദം എന്നൊരു സങ്കല്പം. അതുപോലെ തന്നെ വികാരത്തിൻ്റെ ഘടന എന്നൊരു വാക്കും റെയ്മണ്ട് വില്യംസുമായിട്ട് ബന്ധപ്പെട്ട് സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കണം. പിന്നെ അതിനുശേഷം സ്റ്റുവർട്ട് ഹാൾ എന്നറിയപ്പെടുന്ന ഒരു സൈദ്ധാന്തികൻ്റെ മാസ് കൾച്ചർ, ക്ലാസ് കൾച്ചർ എന്നറിയപ്പെടുന്ന സങ്കല്പത്തെ പറ്റിയും പോപ്പുലർ ആർട്സ് എന്നൊരു ഗ്രന്ഥത്തിനെ പറ്റിയും ജനപ്രിയ കലയും നാടൻ കലയും തമ്മിലുള്ള വ്യത്യാസത്തിനെ പറ്റി മനസ്സിലാക്കണം. പിന്നെ സാംസ്കാരിക ഗ്രന്ഥങ്ങൾക്ക് വ്യത്യസ്ത വായനകൾ അല്ലെങ്കിൽ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ സാധ്യമാണെന്നറിയപ്പെടുന്ന ഒരു സങ്കല്പം സ്റ്റുവർട്ട് ഹാൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനെ പോളിസെമി എന്നാണ് മനസ്സിലാക്കേണ്ടത്, ഓർമ്മിക്കണം. പിന്നെ തുടർന്ന് അതിനകത്ത് ലക്കാനെയും അൽത്തൂസറിൻ്റെ റോളാങ്ങിൻ്റെ ചില പരാമർശങ്ങളും ആ പറഞ്ഞ ഭാഗത്തുണ്ട്. പിന്നെ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് ഇതിനകത്ത് ഓർക്കേണ്ടത് ബഹുജന സംസ്കാരവും ജനപ്രിയ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പോയിന്റുകളായിട്ട് മനസ്സിലാക്കി വയ്ക്കണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സങ്കല്പങ്ങൾ കോർത്തിണക്കിയ ഒരു ബ്ലോക്കാണ് ഈ പറഞ്ഞ രണ്ടാമത്തെ ബ്ലോക്ക്, ആധുനികാനന്തര സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്ന പേപ്പറിലെ രണ്ടാമത്തെ ബ്ലോക്ക്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിക്കാനുണ്ട്. അതിനകത്ത് അൽത്തൂസറിൻ്റെയും റെയ്മണ്ട് വില്യംസിൻ്റെയും ദെലൂസിൻ്റെയും ഗൊട്ടാരുടെയും ഒക്കെ സങ്കല്പങ്ങൾ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണെന്ന് മനസ്സിലാക്കി വയ്ക്കണം.